ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അമേരിക്കൻ പോയറ്റായിട്ടുള്ള മാരി ഹൗവിൻ്റെ സിംഗുലാരിറ്റി എന്ന് പറയുന്ന പോയമാണ്. വാട്ട് ഈസ് സിംഗുലാരിറ്റി? അതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നായിട്ടുള്ള ഒരു യൂണിഫൈഡ് സ്റ്റേറ്റ് ഇല്ലേ, ആ യൂണിഫൈഡ് സ്റ്റേറ്റിനെയാണ് സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. ഇത് കൂടുതൽ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പോയത്തിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കാം. നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ കുറച്ച് ലൈൻസ് വായിച്ചിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞങ്ങ് പോകാം. ഡു യു സംടൈംസ് want to wake up to the singularity we once were? So compact, nobody needed a bed or food or money. Nobody hiding in the school bathroom or home alone, pulling open the drawer where the pills are kept. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് ഇവിടെ തുടങ്ങുന്നത്. നിങ്ങൾ പലപ്പോഴായിട്ട് ആലോചിച്ചിട്ടില്ലേ, ആ പഴയ സിംഗുലർ സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോയാലോ എന്ന്? നമ്മൾ ആ സമയത്ത് എന്തുമാത്രം കംഫർട്ടബിൾ ആയിരുന്നു. എല്ലാവരും ഒരുപോലെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസും കാര്യങ്ങളും ഒന്നുമില്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള നീഡ്സും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും ഒരൊറ്റ എലമെൻ്റ് ആയിട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ലൈക്ക് ഇവല്യൂഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇവല്യൂഷൻ്റെ ഓരോ സ്റ്റേജസ് കഴിയും തോറും ഹ്യൂമൻ ബീങ്സ്, ആനിമൽസ്, നേച്ചറിൻ്റെ പല പല എലമെൻറ്റ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുവാണ്. അപ്പം ആ ഇൻഡിവിജ്വാലിറ്റി ആയി വരുമ്പോഴത്തേക്കും ആ വണ്ണസ് ആണ് നശിച്ചു പോകുന്നത്. ഓരോരുത്തർക്കും ഓരോരോ പ്രിഫറൻസ്, ഓരോരോ നീഡ്സ് ഉണ്ട്, ഓരോരോ ക്യാരക്ടറുണ്ട്. അങ്ങനെ പല കാര്യങ്ങളായിട്ട് മാറി ഈ ഭൂമിയിലുള്ള എല്ലാ എലമെൻസിനും ഓരോ ഫീച്ചേഴ്സായിട്ടങ്ങ് മാറി. പക്ഷേ സിംഗുലാരിറ്റി എന്ന് പറയുമ്പം എന്തൊക്കെയുണ്ടോ അതെല്ലാം ഒരൊറ്റ എലമെൻ്റാണ്. ആ ഒരൊറ്റ എലമെൻറ്റിന് ഒരേ ഒരു ഫീച്ചർ മാത്രമേ കാണത്തുള്ളൂ. ആ ഒരു സ്റ്റേറ്റിലേക്ക് തിരികെ പോകാനായിട്ട് നിങ്ങൾക്ക് പലപ്പോഴായിട്ട് നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ അടുത്ത് പറയത്തില്ലേ? നിങ്ങൾ അങ്ങനെ അതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടില്ലേ? നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ജീവിക്കാനായിട്ട് ഫുഡ് വേണം, കിടക്കാനായിട്ട് ബെഡ് വേണം, സ്പെൻഡ് ചെയ്യാനായിട്ട് മണി വേണം. ഈ കാര്യങ്ങളെല്ലാം ഓരോ ആൾക്കാർക്കും ഓരോ ക്വാണ്ടിറ്റിയിലാണ് വേണ്ടുന്നത്. എല്ലാവർക്കും ഒരേപോലെയല്ല വേണ്ടുന്നത്. അത് കിട്ടുന്ന അളവിനും ഡിഫറൻസ് ഉണ്ട്, ചിലവാക്കുന്ന അളവിന് ഡിഫറൻസ് ഉണ്ട്. സൊസൈറ്റിയിൽ മൊത്തത്തിൽ ഒരു ഹൈറാർക്കി ഉണ്ട്. ഇനിഷ്യലി ഈ ഹൈറാർക്കിയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വെച്ചോ ഇൻഡിവിജ്വലായി മാറാനായിട്ട് നമ്മളെല്ലാവരും തീരുമാനിച്ചു. ഇവല്യൂഷൻ്റെ ആ പ്രോസസ്സിലൂടെ കടന്നു പോയപ്പം ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറിയതാണ്. അന്ന് തൊട്ട് നശിച്ചു തുടങ്ങിയതാണ് നമ്മളുടെ യൂണിറ്റി അല്ലെങ്കിൽ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. സിംഗുലറായിട്ട് ഇരുന്ന ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, അവിടെ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. യൂണിറ്റി മാത്രമേ നമ്മളുടെ കണ്ണിൽ ആ സമയത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കാര്യം എന്ന് പറയുന്നത് വിച്ച് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇപ്പോഴത്തെ കേസിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ബുള്ളി ചെയ്യുന്നു. മാനസികമായിട്ടുള്ള, ശാരീരികമായിട്ടുള്ള പലതരത്തിലുള്ള പീഡനങ്ങൾ പലർക്കും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അവർക്ക് ഉള്ളിലുള്ള സങ്കടം ആർക്കും പറയാണ്ട് വെച്ചിരിക്കുന്നു. അങ്ങനെ മെൻ്റൽ സ്റ്റെബിലിറ്റി എല്ലാം നഷ്ടപ്പെട്ട് അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ ഈ സിംഗുലാരിറ്റി എന്ന് പറയുന്ന കാര്യം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഒരൊറ്റ എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ആരെയാണ് ചെറുതായി കാണുന്നത്, ആരെയാണ് വലുതായി കാണുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കേസ് എടുത്ത് നോക്കൂ, നമുക്കിപ്പം മെഡിസിൻസ് ഇല്ലെങ്കിൽ ജീവിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഡിപ്രസ്ഡ് ആണ് ആൾക്കാർക്ക്, ഡിപ്രഷൻ ഉണ്ട്, മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം വരുന്നത് ഈ യൂണിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. ആ ഒരു കാലം എന്ന് പറയുമ്പോൾ, പഴയ കാലം എന്ന് പറയുമ്പം, ഇവല്യൂഷനൊക്കെ മുന്നേ ഉള്ള ഒരു കാലം എന്ന് പറയുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പോഴും നമ്മൾ മെഡിസിൻസ് തപ്പി പോവുകയാണ്. നമ്മൾ ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആയിട്ടും കൂടെ മാറിപ്പോവുകയാണ്. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മളിപ്പോൾ മെഡിസിൻ തപ്പി ഇങ്ങനെ നടക്കുന്നത്. For every atom belonging to me as good belongs to you. Remember? There was no nature, no them, no test to determine if the elephant grieves her calf or if the coral reef feels pain. യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ സിംഗുലാരിറ്റി നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സമയത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എന്നിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം നിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന ആൾക്ക് ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ അയാൾ മറ്റേ ആളിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. ഈ തരത്തിലുള്ള യാതൊരുവിധ ക്ലാസിഫിക്കേഷൻസോ ഹൈറാർക്കിയോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട് അതെല്ലാം നിന്നിലും ഉണ്ട്. കാരണം നമ്മളെല്ലാം ഒരൊറ്റ
എലമെൻ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കേസ് വരുവാണെങ്കിൽ ഞാൻ വേറെ, നീ വേറെ, അങ്ങനെ അങ്ങനെ പലതായിട്ട് മാറിക്കൊണ്ടിരിക്കുമായിരുന്നു. പഴയ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. നിങ്ങളത് ഓർക്കുന്നില്ലേ? പണ്ടാണെങ്കിൽ വേറൊരു നേച്ചർ വേറെ, ഹ്യൂമൻ ബീങ് വേറെ, അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഞാനെന്നോ നീയെന്നോ ഇല്ലായിരുന്നു, നമ്മളെന്നോ നിങ്ങളെന്നോ ഇല്ലായിരുന്നു. ഈ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം നമുക്ക് എല്ലാത്തിനും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളിലേക്ക് എത്തിച്ചാൽ മാത്രമേ നമ്മൾ വിശ്വസിക്കത്തുള്ളൂ. ഇല്ലാത്ത പക്ഷം നമ്മൾ വിശ്വസിക്കത്തേയില്ല. അത് മാത്രമല്ല, നമുക്ക് സ്വന്തമായിട്ട് ഫീൽ ചെയ്ത് എല്ലാം തിരിച്ചറിയാനായിട്ടുള്ള കഴിവ് എന്തായാലും നമുക്ക് ജനിച്ചപ്പോഴേ ഉണ്ട്. പക്ഷെ ഈ കഴിവൊന്നും നമുക്ക് പോരാ. നമുക്ക് അങ്ങനെ ഫീൽ ചെയ്ത് നമ്മളായിട്ട് തിരിച്ചറിയേണ്ട പല കാര്യങ്ങൾക്കും നിങ്ങൾ വേറെ മറ്റു പല ടെസ്റ്റിനെയോ മറ്റു കാര്യങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. മനുഷ്യന്മാർ മൊത്തത്തിൽ ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുവാണ്. Trashed oceans do not speak English or Farsi or French. Would that we could wake up to what we were when we were ocean, and before that to when sky was earth and animals was energy and rock was liquid and stars were space and space was not at all nothing. Before we came to believe humans were so important, before this awful loneliness. അതായത് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഒരു ലോൺലിനെസ് ഉണ്ട്. ഹ്യൂമൻസ് വേറെ, നേച്ചർ വേറെ എന്നായിടം തൊട്ട് പിന്നീട് ഹ്യൂമൻ ബീങ്സ് ഇങ്ങനെ ഡിവൈഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഇൻഡിവിജ്വാലിറ്റിക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും എല്ലാ വട്ടവും ഒറ്റയ്ക്കാണ്. ഈ ലോൺലിനെസ് ഭയങ്കരമായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നേരത്തെ ഉള്ള അവസ്ഥ പറയുവാണെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നമ്മളെല്ലാം ഒരു ഒറ്റക്കെട്ടായിരുന്നു, ഒരൊറ്റ എൻറ്റിറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയ്ക്ക് ഓഫുൾ ആയിട്ടുള്ള ഒരു ലോൺലിനെസ് നമുക്ക് അഫക്റ്റ് ചെയ്തിട്ടുമില്ല, നമ്മൾക്കത് അങ്ങനെ ഒരു കാര്യം ഫീൽ ചെയ്തിട്ടുമില്ല. ആ ലോൺലിനെസ് ഇല്ലാത്തൊരു സമയത്തെ പറ്റിയിട്ട്, അതിലേക്ക് തിരിച്ചു പോകുന്നതിനെ പറ്റിയിട്ടാണ് ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾസോ ഹ്യൂമൻ ബീങ്സ് വന്നതിൽ പിന്നെ ഹ്യൂമൻ ബീങ്സ് ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സ് എന്ന് വരുത്തി തീർത്തതിൽ പിന്നെ നേച്ചർ മൊത്തത്തിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ട്രാഷ്ഡ് ആയിട്ടുള്ള മൊത്തത്തിൽ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി ഡംപ് ചെയ്തിട്ട ഒരു ഓഷനാണ് നമുക്കുള്ളത്. ഈ ഓഷൻ, ഈ വേസ്റ്റ് മാത്രമുള്ള ഒരു ഓഷൻ, ആ ഓഷന് പ്രത്യേകിച്ച് ഭാഷയൊന്നുമില്ല. ഹ്യൂമൻ ബീങ്സിനാണ് ഭാഷയുള്ളത്. ഫാഴ്സി ആണെങ്കിലും ഫ്രഞ്ച് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഈ ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഹ്യൂമൻ ബീങ്സ് ആണ്. ഈ നേച്ചറെ നശിപ്പിച്ച ഹ്യൂമൻ ബീങ്സ് തന്നെയാണ് ഈ ഭാഷകളും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ ട്രാഷ് ഡംപ് ചെയ്ത ഓഷൻസിന് വേണ്ടിയിട്ടുള്ളതല്ല ഈ ഭാഷകളൊന്നും. ഹ്യൂമൻ ബീങ്സ് തമ്മിലുള്ള ആ ഒരു ഡിവിഷനെയാണ് കാണിക്കുന്നത്. ഫ്രഞ്ച് സംസാരിക്കുന്നവർ ഒരു ഗ്രൂപ്പ്, ഫാഴ്സി വേറൊരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേറൊരു ഗ്രൂപ്പ്, ഇങ്ങനെ ഗ്രൂപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ഹ്യൂമൻ ബീങ്സ് ആണ്, നേച്ചർ അല്ല. സ്പീക്കർ ഇവിടെ ആന്ത്രപ്പോസെൻട്രിസത്തിന് എതിരെയാണ് സംസാരിക്കുന്നത്. വാട്ട് ഈസ് ആന്ത്രപ്പോസെൻട്രിസം എന്ന് വെച്ചാൽ ഹ്യൂമൻ ബീങ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് എല്ലാം ഹ്യൂമൻ ബീങ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്ങിന് ചുറ്റുമായിട്ട് റിവോൾവ് ചെയ്യുന്ന രീതിയിൽ മാത്രമായിട്ട് എല്ലാത്തിനെയും കാണുന്നതാണ് ആന്ത്രപ്പോസെൻട്രിസം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. അതിന് മുൻപുള്ള ഇവല്യൂഷനൊക്കെ മുൻപുള്ള റോക്സൊക്കെ വെറും ലിക്വിഡായിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ സ്റ്റാർസ് ഒന്നും ഇല്ലാണ്ടിരുന്ന, സ്പേസ് കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ഐഡിയയും ഇല്ലാണ്ടിരുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയത്തേക്ക് തിരിച്ചു പോയെങ്കിൽ മാത്രമേ നമ്മളെല്ലാവരും ഒന്നായിട്ടിരിക്കൂ. ആ സമയത്തേക്ക് തിരിച്ചു പോയെങ്കിൽ മാത്രമേ നമുക്ക് ഹ്യൂമൻ ബീങ്സിനും നേച്ചറിനും എല്ലാ എലമെൻസിനും ഇടയിലുള്ള ആ ഡിവിഷൻ എടുത്ത് മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. ആ ഒരു സ്റ്റേറ്റാണ് നമുക്ക് തിരികെ വേണ്ടത്. Can molecules recall it, what once was, before anything happened? No I, no we, no one, no was, no verb, no noun, only a tiny, tiny dot brimming with is, all, everything, home. The poet is concluding this poem with a question. വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ മോളിക്യൂൾസിന് ആ പഴയ കാലം
റീകോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ, ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ആ പഴയ കാലത്തിൻ്റെ ആ ബ്യൂട്ടി, അതൊക്കെ നമ്മളുടെ എക്സിസ്റ്റൻസിൻ്റെ ബേസിക് എലമെൻസിന് പല കാര്യങ്ങൾക്കും ഇത് അതേപോലെ ഓർമ്മ കാണും. നമ്മളാണ് ഈ കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നത്. നമ്മളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പല പല എലമെൻസിനും എക്സിസ്റ്റൻസിൻ്റെ സ്മോളസ്റ്റ് പാർട്സിനും ഒക്കെ മിക്കവാറും അതിൻ്റെ ഓർമ്മകളിൽ എവിടെയെങ്കിലുമൊക്കെ ആ സന്തോഷത്തിനെ പറ്റിയിട്ട് കാണും. ഹ്യൂമൻ ബീങ്സ് വരുന്നതിന് മുൻപുള്ള സന്തോഷത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ അതിനൊക്കെ കാണും. അതിപ്പോഴും നിങ്ങൾ ഓർക്കുന്നുണ്ടോ, അതിന് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. ആ സമയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നമ്മളില്ല, നിങ്ങളില്ല, ഞാനില്ല, നീയില്ല, വേർബില്ല, നൗണില്ല. നൗൺ എന്നൊക്കെ പറയുന്നത് ഒരാൾ നെയിമിങ് വേർഡല്ലേ നൗൺ എന്ന് പറയുന്നത്, ഒരാളുടെ പേര്, അത് അയാളുടെ ഐഡൻറ്റിറ്റിയാണ്. അത് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ്. യു ആർ ഡിഫറെൻറ്റ് ഫ്രം മീ എന്ന് കാണിക്കുന്നതാണ് ഈ നൗൺ എന്നൊക്കെ പറയുന്നത്. അപ്പം നൗണ്, കാര്യങ്ങൾ, വേർബ് ഒന്നുമില്ലാത്ത പ്രീ ഹ്യൂമൻ എക്സിസ്റ്റൻസിനെ പറ്റിയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ഒരൊറ്റ കണികയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്, പിന്നെ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് മാറി മാറി പോയതാണ് നമ്മളെല്ലാം എന്നാണ് പറയുന്നത്. ബിഗ് ബാങ്ങിന് മുൻപേ ഉള്ളൊരവസ്ഥ, ആ അവസ്ഥയിലേക്ക് തിരികെ പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലാവരും ഒരൊറ്റ ഡോട്ട് മാത്രമായിരുന്നു. നമ്മളിപ്പം വേറെ വേറെ കാണുന്നവരെല്ലാവരും ആ ഒരൊറ്റ ഡോട്ടിനുള്ളിലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കേസ് അങ്ങനെയല്ല, പലരും പല വഴിക്കാണ്. ഈ നേരത്തെ ഉള്ള കേസ് എന്ന് പറയുമ്പോൾ ആ ഒരൊറ്റ ഡോട്ട് എന്ന് പറയുന്നത് അത് ഹോമായിരുന്നു. ഹോം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലേ ഹോം എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു ഹോം. അപ്പോൾ അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഹ്യൂമൻ ബീങ്സ് വേറെ, അല്ലെങ്കിൽ ഇവല്യൂഷൻ്റെ സ്റ്റേജസിലേക്ക് കടക്കുന്നതിന് മുൻപേ ഉള്ള നമ്മളുടെ അവസ്ഥ എന്ന് പറയുന്നത്. എല്ലാവരും ഹോമിലായിരുന്നു. ഇപ്പം ഡിഫറെൻ്റ് നിൻ്റേത് എന്ന് പറഞ്ഞ് മാറിയിരിക്കാതെ ആ പഴയ സിംഗുലാരിറ്റീനെ സെലിബ്രേറ്റ് ചെയ്യൂ, ആ ഓർമ്മകളെ ഓർത്തെടുക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്.